നമസ്കാരം, ടെക് ന്യൂസിലേക്ക് സ്വാഗതം. ദശലക്ഷക്കണക്കിന് ക്ലബ് ഹൗസ് ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക്. മൊബൈൽ നമ്പർ ഒഴികെ മറ്റു വിവരങ്ങളൊന്നും ഓഡിയോ ചാറ്റ് ആപ്ലിക്കേഷനായ ക്ലബ് ഹൗസിൽ നൽകേണ്ടതില്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ നമ്പറുകൾ വിൽപ്പനയ്ക്ക് വെച്ച കാര്യം സൈബർ സുരക്ഷാ വിദഗ്ധനായ ജിതൻ ജെയിനാണ് ട്വീറ്റ് ചെയ്തത്. ഉപഭോക്താക്കളുടെ കോൺടാക്ട്സ് ലിസ്റ്റിൽ ബന്ധപ്പെടുത്തി വെച്ച നമ്പറുകളും അക്കൂട്ടത്തിലുള്ളതിനാൽ നിങ്ങൾ ക്ലബ് ഹൗസിൽ ഇതുവരെ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്പറുകൾ ഡാർക്ക് വെബിൽ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ജെയിൻ പറയുന്നത്. വിഷയത്തിൽ ക്ലബ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഹാക്കർ പേരുകൾ ഇല്ലാത്ത ഫോൺ നമ്പറുകൾ മാത്രമാണ് വിൽക്കാൻ വെച്ചതെന്ന് സ്വതന്ത്ര സുരക്ഷാ ഗവേഷകനായ രാജശേഖർ രജാരിയ പറഞ്ഞു. പേരോ ചിത്രങ്ങളോ വിവരങ്ങളോ ലഭ്യമല്ല. ഫോൺ നമ്പറുകളുടെ പട്ടിക എളുപ്പത്തിലെടുക്കാം. ഡാറ്റ ചോർത്തുന്നതായുള്ള അവകാശവാദം വ്യാജമാണെന്നാണ് തോന്നുന്നതെന്ന് രജാരിയ IANSനോട് പറഞ്ഞു. ക്ലബ് ഹൗസ് ആപ്പിന് സാങ്കേതിക സഹായങ്ങൾ ചെയ്ത ഷാങ്ഹായ് കേന്ദ്രമായ അഗോര ചൈനീസ് സർക്കാരിന് വിവരങ്ങൾ ചോർത്തി നൽകുമെന്ന് US-ലെ സ്റ്റാൻഫോർഡ് സർവകലാശാല മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ക്ഷണം ആവശ്യമില്ലാത്ത ആർക്കും ക്ലബ് ഹൗസിൽ ചേരാനുള്ള അവസരം ഒരുക്കിയിരുന്നു. മെയ് മധ്യത്തോടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടി അവതരിപ്പിച്ചതോടെ 10 ദശലക്ഷം ഉപഭോക്താക്കളെ കൂടി ക്ലബ് ഹൗസിൽ എത്തിക്കാനായതായി കമ്പനി അവകാശപ്പെട്ടിരുന്നു. ടോക്കിയോ ഒളിമ്പിക് ഗെയിംസ് ആഘോഷിച്ച് ഫേസ്ബുക്ക് ഡൂഡിൽ. സ്മാർട്ട് ഫോണുകളിൽ മാത്രം ലഭിക്കുന്ന രീതിയിലാണ് ഫേസ്ബുക്ക് ഡൂഡിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഡൂഡിൽ സജ്ജീകരിച്ചാണ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ തുടക്കം ഫേസ്ബുക്ക് ആഘോഷിച്ചത്. ഭാരോദ്വഹനം, നീന്തൽ, ടോയിങ്, മറ്റ് ഗെയിമുകൾ എന്നിങ്ങനെ വിവിധ ഒളിമ്പിക് ഗെയിമുകൾ കേന്ദ്രീകരിച്ചാണ് ഡൂഡിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഗെയിമുകൾ കളിക്കുന്ന 3 അത്ലറ്റുകളെ ഒരു ചെറിയ ഐക്കണിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയും. കൂടാതെ ടോക്കിയോ ഒളിമ്പിക് ഗെയിംസ് ഇവന്റുകൾ, ഷെഡ്യൂൾ, ഫലങ്ങൾ എന്നിവയ്ക്കായി ഐക്കൺ അമർത്തിക്കൊണ്ട് ഒളിമ്പിക്സ് എന്ന ഹാഷ്ടാഗ് ടാഗ് ചെയ്താൽ മുഴുവൻ വിഭാഗവും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. അതിൽ നിരവധി കലാപരമായ പ്രകടനങ്ങൾ, സംഘാടക രാജ്യത്തിന്റെ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ പരേഡുകൾ, വരാനിരിക്കുന്ന പതിപ്പിന്റെ സംഘാടകരായ ഫ്രാൻസ്, USA, ഗ്രീസ് തുടങ്ങിയവരുടെ പരേഡുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ടോക്കിയോ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തി മേരി കോമും മൻപ്രീത് സിംഗുമാണ് മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. 4 മണിക്കൂർ നീണ്ടുനിന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഗ്രീക്ക് ടീമിൽ തുടങ്ങി ആതിഥേയരായ ജപ്പാൻ സംഘത്തിൽ എത്തിയ മാർച്ച് പാസ്റ്റിൽ 21ാമതായാണ് ഇന്ത്യ എത്തിയത്. ബോക്സിംഗ് താരം മേരി കോമും ഹോക്കി ക്യാപ്റ്റൻ മൻപ്രീത് സിംഗും നയിച്ച ഇന്ത്യൻ സംഘത്തിൽ 28 പേർ മാത്രമാണ് അണിനിരുന്നത്. റോബോട്ടിക്സ് ഒരു അറിവ് മാത്രമല്ല, അനുഭവം കൂടിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇൻഗർ റോബോട്ടിക്സ് എന്ന തൃശൂരിലെ സ്ഥാപനം. കൃഷിയിലും ഡിഫൻസിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും എന്തിനു കൂടുതൽ പറയുന്നു, പാവകളിൽ വരെ റോബോട്ടുകളെ ഉപയോഗിച്ച് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇൻഗർ റോബോട്ടിക്സ്. തൃശൂർ ജില്ലയിലെ ഇരുന്നലംകോട് സ്വദേശി രാഹുൽ P. ബാലചന്ദ്രനാണ് ഇൻഗർ റോബോട്ടിക്സിന്റെ അമരക്കാരൻ. കേരളത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് അക്കാദമിയാണ് ഇൻഗർ റോബോട്ടിക്സ്. 2018 ജൂലൈയിൽ ആയിരുന്നു രാഹുൽ ഇൻഗർ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പിന് തുടക്കമിട്ടത്. ഓൾ ഇന്ത്യ സ്റ്റൈം സമ്മിറ്റിൽ എന്ന മികച്ച റോബോട്ടിക് ലാബിനുള്ള പുരസ്കാരവും ഇൻഗർ റോബോട്ടിക്സ് നേടിയിരുന്നു. ഇൻഗർ റോബോട്ടിക്സ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇൻഗർ സാൻബോട്ട് തന്റെ അടുത്തു വന്ന് സംസാരിക്കുന്നവരോട് ആവേശപൂർവ്വം സംസാരിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന റോബി വിവിധ തരം ഡ്രോണുകൾ പേരു പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ പിന്നീട് കാണുമ്പോൾ ഇങ്ങോട്ട് പേരു പറഞ്ഞ് പരിചയം പുതുക്കുന്ന കോസ്മോ റോബോട്ട് തുടങ്ങിയ 15ഓളം യന്ത്ര വൈവിധ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓഫീസും അക്കാദമിയും റിസർച്ച് ലാബുമെല്ലാം കൂടിച്ചേർന്ന ഇൻഗർ റോബോട്ടിക്സിൽ നിന്നാണ് പല റോബോട്ടിക്സ് വിസ്മയങ്ങളും പിറന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ബജറ്റ് സങ്കല്പങ്ങൾ പങ്കുവച്ച ആൾട്ടർ എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് പറഞ്ഞതുപോലെ അണുനശീകരണം നടത്തുകയും മരുന്നുകൾ കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ഗൈഡ് വെഹിക്കിളുമെല്ലാം പിറന്നത് ഈ യന്ത്രശാലയിൽ നിന്നാണ്. ഗ്രാമം 4.0 എന്ന പേരിൽ റോബോട്ടിക് എക്സ്പോകൾ സംസ്ഥാനത്തൊട്ടേറെ സ്കൂളുകളിൽ ഇവർ നടത്തിയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ അത്രമേൽ ആവേശത്തോടെയും കൗതുകത്തോടെയുമാണ് ഇൻഗർ റോബോട്ടിക്സിന്റെ റോബോട്ടിക് എക്സ്പോ നോക്കിക്കണ്ടത്. സ്കൂളുകളിൽ റോബോട്ടിക് ക്ലബ്ബുകൾ തുടങ്ങുവാനും പദ്ധതിയിട്ടിരുന്നു. കൃഷിയിൽ തന്നെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഇൻഗറിനായി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തും മരുന്നു തളിക്കാൻ കഴിയുന്ന പൃഥ്വി എന്ന ഡ്രോൺ ഇവർ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജലസേചനത്തിനടക്കം പുതിയ ചാലുകൾ കീറി. പരമ്പരാഗതമായി പാവകളിൽ ഏർപ്പെട്ട കുടുംബങ്ങളുടെ ഉപജീവനം കൂടി മനസ്സിൽ കണ്ട് അതിലേക്ക് റോബോട്ടിക് സങ്കേതങ്ങൾ പ്രയോഗിച്ചപ്പോൾ അത് ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു.
പുസ്തകങ്ങളിൽ ഉള്ളത് പഴകി മുഷിഞ്ഞ പാഠങ്ങളാണ്. പുതിയ കാലത്തിനായി തയ്യാറെടുക്കാൻ അത് പോരാ. പുതിയൊരു വിപ്ലവമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിപ്ലവത്തിലേക്ക് നമ്മുടെ കുട്ടികളെയും അണിചേർക്കുകയാണ് ഇൻകർ എന്ന് CEO രാഹുൽ പി ബാലചന്ദ്രൻ വ്യക്തമാക്കി. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോൺ സാംസങ് ഗാലക്സി A22 5G ഫോൺ ഇന്ത്യൻ വിപണിയിലെത്തി. ട്രിപ്പിൾ റിയർ ക്യാമറയോട് കൂടി എത്തുന്ന ഫോണിന് 128 GB ആണ് സ്റ്റോറേജ്. A22 4G ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിലെത്തിയിരുന്നു. റെഡ്മി നോട്ട് 10 Pro Max, റിയൽമി X7 5G, IQ-Z3 എന്നിവയോട് കിടപിടിക്കുന്ന സവിശേഷതകളുമായാണ് ഫോൺ എത്തിയിരിക്കുന്നത്. സാംസങ് ഗാലക്സി A22 5G ഇന്ത്യയിൽ 19,999 രൂപ മുതലാണ് ലഭ്യമാകുക. 6GB RAM പ്ലസ് 128 GB സ്റ്റോറേജ് നൽകുന്ന പതിപ്പിന്റെ വിലയാണിത്. 8GB RAM പ്ലസ് 128 GB സ്റ്റോറേജ് വരുന്ന പതിപ്പും സാംസങ് പുറത്തിറക്കിയിട്ടുണ്ട്. 21,999 രൂപയാണ് അതിന്റെ വില. ഗ്രേ, മിന്റ്, വയലറ്റ് തുടങ്ങിയ നിറങ്ങളിലാണ് ഫോൺ ലഭ്യമാകുക. ഫോൺ വാങ്ങുന്ന HDFC ബാങ്ക് കാർഡ് ഉടമകൾക്ക് 1,500 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കും. വിവിധ ബാങ്കിംഗ് NBFC പങ്കാളികൾ വഴിയുള്ള EMI ഓപ്ഷനുകളും ഫോണിന് നൽകുന്നുണ്ട്. ജൂലൈ 25 മുതൽ മൊബൈൽ സ്റ്റോറുകളിൽ നിന്നും ഫോൺ വാങ്ങാം. ഒപ്പം വിവിധ ഓൺലൈൻ സൈറ്റുകളിലും സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഫോൺ ലഭിക്കും. സാംസങ് ഗാലക്സി A22 5G സവിശേഷതകൾ 203 ഗ്രാം ആണ് ഗാലക്സി A22ന്റെ ഭാരം. 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. 90 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. ഒക്ടാകോർ SoC MediaTek Dimensity 700 പ്രോസസറും 8GB റാമും ഫോണിൽ വരുന്നു. ട്രിപ്പിൾ റിയൽ ക്യാമറയാണ് ഗാലക്സി A25 5Gയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. 48 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, 5 MB അൾട്രാ വൈഡ് ഷൂട്ടർ, 2 MB ഡെപ്ത് സെൻസറും ട്രിപ്പിൾ ക്യാമറയിലെ സവിശേഷതകളാണ്. 8 MB ആണ് സെൽഫി ക്യാമറ. 5000 mAh ആണ് ബാറ്ററി ബാക്കപ്പ്. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളായ ആമസോണും കൂടാതെ ഫ്ലിപ്കാർട്ടും മികച്ച ഓഫറുകളുമായി തിരിച്ചെത്തുന്നു. 29,990 രൂപയുടെ ഓപ്പോ റെനോ 6 5G ഇതാ 21,092 രൂപയ്ക്ക് വരെ വാങ്ങാം. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളായ ആമസോണും കൂടാതെ ഫ്ലിപ്കാർട്ടും മികച്ച ഓഫറുകളുമായി തിരിച്ചെത്തുന്നു. ആമസോണിൽ ജൂലൈ 26-നാണ് ആമസോൺ പ്രൈം ഡേ ഓഫറുകൾ ആരംഭിക്കുന്നത്. എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ ജൂലൈ 25 മുതൽ ജൂലൈ 29 വരെയുള്ള ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ബിഗ് സേവിംഗ് ഡേ ഓഫറുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ICIC കാർഡുകൾക്ക് 10% ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഓപ്പോയുടെ റെനോ 6 എന്ന സ്മാർട്ട് ഫോണുകൾ ഈ ബിഗ് ബില്യൺ ഡേ ഓഫറുകളിൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. ആഗോള സ്മാർട്ട് ഡിവൈസ് ബ്രാൻഡായ ഓപ്പോ സ്മാർട്ട് ഫോൺ വീഡിയോഗ്രാഫിയിൽ പുതിയ നാഴികക്കല്ല് സൃഷ്ടിക്കുന്ന റെനോ 6 സീരീസ് ഫോണുകൾ അവതരിപ്പിച്ചു. 5G സൂപ്പർ ഫോണുകളായ ഓപ്പോ റെനോ 6 Pro 5G, റെനോ 6 5G എന്നീ മോഡലുകൾക്കൊപ്പം പുതിയ നീലവർണ്ണത്തിലുള്ള എൻകോ X വയർലെസ് ഇയർഫോണുകളും പുറത്തിറക്കിയിട്ടുണ്ട്. റെനോ 6 Pro 5G 39,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിലും എല്ലാ മുൻനിര റീറ്റെയിൽ ഷോപ്പുകളിലും ലഭ്യമാകും. റെനോ 6 5G ഫ്ലിപ്കാർട്ടിൽ മാത്രം 29,990 രൂപയ്ക്ക് ലഭ്യമാകും. ഉപഭോക്താക്കളുടെ മികച്ച അനുഭവം ഉറപ്പാക്കുന്നതിന് സ്മാർട്ട് ഫോൺ രംഗത്തെ ആദ്യ ബൊഗെ ഫ്ലെയർ പോർട്രേറ്റ് വീഡിയോ, ആന്റി ഗ്ലെയർ ഗ്ലാസോട് കൂടിയ റെനോ ഗ്ലോ ഡിസൈൻ, AI ഹൈലൈറ്റ് വീഡിയോ എന്നിവയുമായാണ് ഓപ്പോ റെനോ 6 സീരീസ് എത്തുന്നത്. MediaTek Dimensity 900 ചിപ്സെറ്റ് കരുത്തുമായി എത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഓപ്പോ റെനോ 6 5G. MediaTek Dimensity 1200 ആണ് റെനോ 6 Pro 5Gക്ക് കരുത്താകുന്നത്. 65 വാട്ട് സൂപ്പർ വൂക്ക് അതിവേഗ ചാർജിംഗ്, കളർ OS 11.3, സ്ലിം ഡിസൈൻ, ഹോൾബി അറ്റ്ബോസ് തുടങ്ങിയ സവിശേഷതകളും പുതിയ റെനോ 6 സീരീസിനുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റിലാണ് സുരക്ഷാ സംവിധാനം. ഇരു മോഡലുകളിലും ശക്തമായ AI 64 MB ക്വാഡ് മെയിൻ ക്യാമറയും 32 MB സെൽഫി ക്യാമറയുമാണ് ഉള്ളത്. 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 2 MB മാക്രോ ക്യാമറ, 2 MB മോണോ ക്യാമറ എന്നിവയും റെനോ 6 Pro 5Gയിലുണ്ട്. 8 MB അൾട്രാ വൈഡ് ലെൻസിനൊപ്പം 2 MB മാക്രോ ക്യാമറയാണ് റെനോ 6 5Gക്ക്. നിറങ്ങൾ കൂടുതൽ കൃത്യമായി പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രത്യേക കളർ ടെമ്പറേച്ചർ സെൻസർ, AI പോർട്രേറ്റ് വീഡിയോ സംവിധാനം, ഫോക്കസ് ട്രാക്കിംഗ്, ഫാൾഷ് സ്നാപ്ഷോട്ട്, AI പാലറ്റ്, സൊലൂപ്പ് സ്മാർട്ട വീഡിയോ എഡിറ്റർ എന്നിവയാണ് ഇരു മോഡലുകളിലെയും ഈ വിഭാഗത്തിലെ മറ്റു സവിശേഷതകൾ. റിലയൻസ് ജിയോയ്ക്ക് വൻ നേട്ടം. ലാഭം 41.9% വർധനയോടെ 3,651 കോടി രൂപയിൽ എത്തി.
റിലയൻസ് ജിയോ എന്ന നിലയിലും ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. മികച്ച വേഗതയുള്ള ഇന്റർനെറ്റ്, ഏറ്റവും കൂടുതൽ വരിക്കാർ തുടങ്ങിയ കാര്യങ്ങളിൽ മുൻപന്തിയിൽ തുടരുന്ന ടെലികോം കമ്പനി 2021 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഉണ്ടാക്കിയത് വൻ ലാഭം. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് ലാഭത്തിൽ 44.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ റിലയൻസ് ജിയോയുടെ അറ്റാദായം 3651 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന പാദത്തിൽ ഇത് 3510 കോടി രൂപയായിരുന്നു. ജിയോ അതിന്റെ മൊത്തം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഒരു ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. APRU 138.4 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുൻപുള്ള പാദത്തിൽ 138.2 രൂപയായിരുന്നു APRU. കൂടാതെ വരുമാനം 18,952 കോടി രൂപയായി വർദ്ധിച്ചു. നാലാം പാദത്തിൽ 18,278 കോടി രൂപയായിരുന്നു വരുമാനം. വ്യവസായത്തെ നയിക്കുന്ന തന്ത്രങ്ങളുമായി ജിയോ മറ്റൊരു റെക്കോർഡ് ത്രൈമാസ പെർഫോമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ പാദത്തിൽ കൂടുതൽ വളർച്ച നേടിയ ജിയോയുടെ വിശ്വസ്തരായ വരിക്കാരുടെ കുടുംബത്തോട് നന്ദി പറയുന്നുവെന്നും ഡിജിറ്റൽ കണക്ടിവിറ്റിയും സേവനങ്ങളും നൽകുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ സേവനദാതാവെന്ന സ്ഥാനം ഇത് ഉറപ്പിക്കുന്നുവെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് ഡി അംബാനി വ്യക്തമാക്കി. 2019 റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡ് സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോയുടെ ഉടമസ്ഥതയിലാണുള്ളത്. ജിയോ ടെലികോം സേവനങ്ങൾ 440.6 ദശലക്ഷം ഉപഭോക്താക്കളെയാണ് നേടിയത്. 4G ഫീച്ചർ ഫോണിന് ജിയോ നൽകിയ വലിയ ഓഫറുകളുടെ പ്രതിഫലനമാണ് ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വളർച്ച. റിലയൻസ് ജിയോയുടെ വരിക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും വരുമാനം ഇതിന് സമാനമായ വലിയ വളർച്ച നേടിയിട്ടില്ല. ജിയോ ഫോൺ ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രതിശീർഷ വരുമാനത്തിലെ കുറവാണ് ഇതിന് കാരണമെന്ന് US ഇക്വിറ്റി റിസർച്ച് സ്ഥാപനമായ വില്യം ഓനിൽ ആൻഡ് കോയുടെ ഇന്ത്യൻ യൂണിറ്റ് മേധാവി മയൂരേഷ് ജോഷി നിരീക്ഷിച്ചു. റിലയൻസ് ജിയോ വോഡഫോൺ ഐഡിയ 2G ഉപഭോക്താക്കളെ തങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് എയർടെലുമായി മത്സരിക്കുകയാണെന്നും ജോഷി കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ 13.2 GB ആയിരുന്ന ഉപഭോക്താക്കളുടെ വയർലെസ് ഡാറ്റ ഉപയോഗം 15.6 GB ആയി ഉയർത്തിയതായി റിലയൻസ് ജിയോ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ ശരാശരി വോയിസ് കോൾ ഉപയോഗം 823 മിനിറ്റിൽ നിന്ന് ഒരു ഉപഭോക്താവിന് 818 മിനിറ്റായി കുറഞ്ഞതായും റിലയൻസ് ജിയോ പറഞ്ഞു. സെപ്റ്റംബറിൽ റിലയൻസ് ജിയോ പുതിയ 4G സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇത് വളരെ വില കുറഞ്ഞതായിരിക്കും. ഇതിലൂടെ വരും മാസങ്ങളിൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ജിയോയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെഡ്മി ബുക്ക് ബഡ്ജറ്റ് ലാപ്ടോപ്പുകൾ ഇന്ത്യയിലേക്ക് ഉടനെത്തിയേക്കും. ഇപ്പോൾ റെഡ്മി ബ്രാൻഡിന് കീഴിൽ ലാപ്ടോപ്പ് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷവോമി തങ്ങളുടെ ആദ്യ ലാപ്ടോപ്പ് MI നോട്ട്ബുക്ക് 14 സീരീസ് അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം ജൂണിലാണ്. ഇതിന് നല്ല സ്വീകാര്യത ലഭിച്ചതോടെ കൂടുതൽ ലാപ്ടോപ്പുകൾ MI നോട്ട്ബുക്ക് സീരീസിൽ ഷവോമി ഇന്ത്യയിലെത്തിച്ചു. MI നോട്ട്ബുക്ക് ലാപ്ടോപ്പുകളുടെ വില 38,999 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ റെഡ്മി ബ്രാൻഡിന് കീഴിൽ ലാപ്ടോപ്പ് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷവോമി. റെഡ്മി ബ്രാൻഡിലുള്ള ഫോണുകൾക്ക് MI ബ്രാൻഡിലുള്ള ഫോണുകളേക്കാൾ വില കുറവാണ്. അതുകൊണ്ട് തന്നെ റെഡ്മി ലാപ്ടോപ്പുകൾക്ക് വില പ്രതീക്ഷിക്കാം. അതായത് ബഡ്ജറ്റ് ലാപ്ടോപ്പുകളാവും റെഡ്മി ബുക്ക് ശ്രേണിയിൽ ഇന്ത്യയിലെത്തുക. ചൈനീസ് വിപണിയിൽ ഇപ്പോൾ തന്നെ വിവിധ സ്ക്രീൻ സൈസിലുള്ള റെഡ്മി ബുക്ക് ലാപ്ടോപ്പുകൾ ലഭ്യമാണ്. റെഡ്മി ബുക്ക് ലാപ്ടോപ്പുകൾ 2019 മെയ്യിലാണ് ചൈനയിൽ അവതരിപ്പിച്ചത്. AMD Ryzen 11th ജനറേഷൻ ഇന്റർകോർ പ്രോസസ്സറുകളുമായി റെഡ്മി ബുക്ക് പ്രോ 14, റെഡ്മി ബുക്ക് പ്രോ 50 എന്നീ ലാപ്ടോപ്പുകൾ അടുത്തിടെ അവതരിപ്പിച്ചു. എന്നാൽ ഇവയിൽ ഏതൊക്കെ ലാപ്ടോപ്പുകളാണ് ഇന്ത്യയിലെത്തുക എന്ന് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഷവോമി ഇപ്പോൾ പോക്കോ ബ്രാൻഡിലും ലാപ്ടോപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് R15B02W, R14B02W എന്നീ കോഡ് നാമങ്ങളിൽ MI പോക്കോ ബ്രാൻഡുകളിലുള്ള 2 ലാപ്ടോപ്പ് മോഡലുകളാണ് ഇന്ത്യയിലേക്കെത്തുക. ഇന്ത്യൻ വിപണിയിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ ഹുവാവയുടെ മറ്റൊരു ഉൽപ്പന്നം പുറത്തിറങ്ങിയിരിക്കുന്നു. ഹുവാവെ ബാൻഡ് 6 എന്ന മോഡലുകളാണ് ഇപ്പോൾ വിപണിയിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ബാൻഡുകളുടെ സവിശേഷതകളിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 14 ദിവസത്തെ ബാറ്ററി ലൈഫ് വരെയാണ് പറയുന്നത്. മറ്റു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഈ മോഡലുകൾ 1.47 ഇഞ്ചിന്റെ അമലോഡ് ഡിസ്പ്ലേയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോഡലുകൾ 368x194 പിക്സൽ റെസൊല്യൂഷനും കാഴ്ചവെക്കുന്നുണ്ട്. 4 നിറങ്ങളിലാണ് ഈ ബാൻഡുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ബ്ലാക്ക്, സാക്കുറ പിങ്ക്, ആംബർ സൺറൈസ് കൂടാതെ ഫോറസ്റ്റ് ഗ്രീൻ എന്നീ നിറങ്ങളിൽ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 50 മീറ്റർ വരെ വെള്ളത്തിനടിയിലൂടെ പോകുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SpO2 ബ്ലഡ് ഓക്സിജൻ മോണിറ്ററുകൾ, ഹാർട്ട് റേറ്റ് സെൻസറുകൾ എന്നിവയടക്കമുള്ള ഓപ്ഷനുകളും ഹുവായ് ബാൻഡ് 6 ലഭിക്കുന്നുണ്ട്. ഹുവാവേയുടെ ഈ ബാൻഡുകൾ കോളുകൾ റിസീവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഗെയിമിംഗ് ആരാധകർക്കായി പോക്കോ ബ്രാൻഡ് F3 GD സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. എയ്റോസ്പേസ് ഗ്രേഡിലുള്ള അലുമിനിയം അലോയ്സ് കൊണ്ടാണ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ഗെയിമിംഗ് സമയത്ത് ഫോൺ ചൂടാവാതിരിക്കാൻ വേപ്പർ ചേംബർ ലിക്വിഡ് കൂൾ സാങ്കേതിക വിദ്യയും നൽകി. ഗെയിമിംഗിന് അനുകൂലമായ 120 Hz റിഫ്രഷ് റേറ്റിലുള്ള 10 ബീറ്റ് ഡിസ്പ്ലേ, ഹപ്റ്റിക് ഫീഡ്ബാക്കിനും വൈബ്രേഷനുമായി ഉയർന്ന ഫിഡിലിറ്റി സ്റ്റീരിയോ സ്പീക്കറുകൾ, GD സ്വിച്ച്, മാംഗ്ലേവ് ടിഗറുകൾ, എക്സ് ഷോക്കറുകൾ എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളും സ്മാർട്ട് ഫോണിനുണ്ട്. പോക്കോ F3 GDയിൽ റേ ട്രേഡിംഗ് സംവിധാനം ഒരുക്കുന്ന DC ഡിമ്മിംഗ്, ഹൈപ്പർ എൻജൈൻ 3.0 എന്നീ ഫീച്ചറുകളും സ്ലീപ്പ് സ്ട്രീം ഡിസൈൻ, ആന്റി ഫിംഗർ പ്രിന്റ്, മാറ്റ് ഫിനിഷ് എന്നിവയുമുണ്ട്. 6GB റാം പ്ലസ് 128GB സ്റ്റോറേജ് ഓപ്ഷന് 26,999 രൂപയും 8GB റാം പ്ലസ് 128GB സ്റ്റോറേജ് ഓപ്ഷന് 28,999 രൂപയും 8GB റാം പ്ലസ് 256GB സ്റ്റോറേജിന് 30,999 രൂപയുമാണ് പോക്കോ F3 GDയുടെ വില. റിപ്പോർട്ട് പ്രകാരം ആദ്യ ആഴ്ച F3 GD യഥാക്രമം 25,999 രൂപ, 27,999 രൂപ, 29,999 രൂപ എന്നിങ്ങനെയും രണ്ടാമത്തെ ആഴ്ചയിൽ 26,499 രൂപ, 28,499 രൂപ, 30,499 രൂപ എന്നിങ്ങനെ കുറഞ്ഞ വിലയ്ക്കും വാങ്ങാം. ഓഗസ്റ്റ് 9 മുതൽ യഥാർത്ഥ വിലയിലാണ് ഫോൺ വാങ്ങാൻ സാധിക്കുക. ഗൺമെറ്റൽ സിൽവർ, പ്രിഡേറ്റർ ബ്ലാക്ക് കളർ എന്ന നിറങ്ങളിലാണ് പോക്കോ F3 GD വാങ്ങാൻ സാധിക്കുക. ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ് വിൽപ്പന. ജൂലൈ 29 വരെ ഫോൺ വാങ്ങുമ്പോൾ ICIC ബാങ്ക് കാർഡ് ഉടമകൾക്ക് 1000 രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഉണ്ട്. 67 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള 5065 mAh ബാറ്ററിയാണ് പോക്കോ F3 GDയിൽ. f1.65 ലെൻസുള്ള 64 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുള്ള 8 മെഗാപിക്സൽ സെൻസർ, മെഗാപിക്സൽ മൈക്രോ സെൻസർ എന്നിവ ചേർന്ന ട്രിപ്പിൾ റിയർ ക്യാമറയാണ് പോക്കോ F3 GDക്ക്. മുൻവശത്ത് 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഒരുങ്ങുന്നത്. വിയർപ്പിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണവുമായി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ. UC സാൻ ഡിയേഗോ ജേക്കബ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഏതാനും ഗവേഷകരാണ് ഈ ഉപകരണം വികസിപ്പിച്ചത്. വിരൽത്തുമ്പത്ത് ഘടിപ്പിക്കാവുന്ന ഒരു ചെറിയ വെയറബിൾ സ്ട്രിപ്പാണിത്. ഇത് കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. വിരൽ വിയർക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഉറങ്ങുമ്പോഴോ മറ്റേത് ജോലി ചെയ്യുമ്പോഴോ ഇത് ധരിക്കാം. ഉപകരണത്തിൽ ഞെക്കിയാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് വർദ്ധിക്കും. ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഈ വൈദ്യുതി ഉപയോഗിക്കാം. 10 മണിക്കൂർ നീളുന്ന ഉറക്കത്തിൽ ഈ ഉപകരണം ധരിച്ചാൽ 400 മില്ലി ജൂൾസ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. കമ്പ്യൂട്ടർ ടൈപ്പിംഗോ മൗസ് ഉപയോഗമോ പോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇത് ധരിച്ചാൽ 1 മണിക്കൂറിൽ 30 ജൂൾസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഒരു വിരലിലെ കാര്യം മാത്രമാണ്. 10 വിരലിലും ഈ ഉപകരണം ഘടിപ്പിച്ചാൽ 10 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. iPhone 30 സീരീസ് ഈ വർഷം അവസാനം വിൽപ്പനയ്ക്കെത്തിക്കഴിഞ്ഞാൽ അതിന്റെ മുൻഗാമിയേക്കാൾ നിരവധി അപ്ഗ്രേഡുകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഈ കണക്ടിവിറ്റിക്കായി iPhone 30 ഫോണുകൾ Wi-Fi 6E സപ്പോർട്ടുമായി വരും. ഈ സവിശേഷത ലൈനപ്പിലുടനീളം കാണാൻ കഴിയുമെന്നും മുന്നോട്ടു പോകുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഇതൊരു സ്റ്റാൻഡേർഡ് മോഡൽ ആയിരിക്കുമെന്നും വ്യവസായ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. ആപ്പിൾ iPhone 30, ആപ്പിൾ iPhone 11 അവതരിപ്പിച്ച Wi-Fi 6നേക്കാൾ പുതിയ ടെക്നോളജി ഫോണിലുണ്ടായിരിക്കും. Wi-Fi 6E അത്രയും വലുതായിരിക്കുമെങ്കിലും Wi-Fi 6 അതിന്റെ സമയത്തുണ്ടായിരുന്നതിനാൽ ഇത് ചുരുങ്ങിയത് 6GHz ബാൻഡ് സപ്പോർട്ട് മാത്രമേ ചേർക്കുകയുള്ളൂ. പുതിയ കണക്ടിവിറ്റി ഓപ്ഷൻ ബാൻഡ് വിഡ്ത്ത് വർദ്ധിപ്പിക്കുന്നതിനും iPhone 30യുടെ ഇടപെടൽ കുറയ്ക്കുന്നതിനും കാരണമാകും. Wi-Fi 6E ടെക്നോളജിയുമായി 2021 പുതിയ ഐഫോണുകൾ വന്നേക്കും. ഡിജി ടൈംസിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.